എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം 31 ശ്ലോകം മുതൽ നോക്കാം. ശ്ലോകം ചൊല്ലാം. പറ്റിത്തുടങ്ങിയ കിടാങ്ങളെ വേർപെടുത്തു ചുറ്റും നിറഞ്ഞു ചില കറ്റുകിടാങ്ങളപ്പോൾ ചിറ്റാടയും കുഴലുമായി നടുവിൽ കളിക്കും കറ്റക്കിടാവു കണി കാട്ടുക കൗതുകമ്മേ. പറ്റിത്തുടങ്ങിയ കിടാങ്ങളെ വേർപെടുത്തു. പറ്റിത്തുടങ്ങിയ കിടാങ്ങൾ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കിടാവ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. പശുക്കിടാങ്ങൾ പശുവിൻ്റെ പാല് വറ്റുന്നത് വരെ പാലൊക്കെ കുടിച്ച് വളർച്ച ഇനിയിപ്പോൾ പാല് കുടിക്കണ്ട എന്നുള്ള അവസ്ഥയിൽ പശുവിൻ്റെ പാല് കുടിക്കണ്ട, തീറ്റയും വെള്ളമൊക്കെ നല്ലോണം തിന്നാറായി. അപ്പോൾ പിന്നെ പശുവിൻ്റെ പാല് കൊടുക്കണ്ട അത്രയും എന്ന് വെച്ചാൽ തിരിച്ചു വിടാറായ പശുക്കുട്ടികൾ അവരെ വേറെയാക്കി. പിന്നെ കറ്റുകിടാങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ കുട്ടികൾ, പശു ഇപ്പോൾ പ്രസവിച്ച ഉടനെയുള്ള ആ പാല് കുടിക്കണം എന്നുള്ള കുട്ടികൾ, അമ്മയുടെ പാല് കുടിക്കാതെ വിശപ്പ് മാറില്ല എന്നുള്ള ചെറിയ പശുക്കുട്ടികൾ, വലിയ പശുക്കുട്ടികളെയൊക്കെ മാറ്റി കുഞ്ഞ് കിടാങ്ങളെയൊക്കെ പശുവിൻ്റെ അടുത്ത് തന്നെ നിർത്തി അവരെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് അവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു കറ്റക്കിടാവ് എന്ന് പറഞ്ഞാലും അധികം ദിവസമാവാത്ത പശുക്കുട്ടി എന്ന് അർത്ഥമുണ്ട്. കട്ടക്കിടാവ് എന്നും പറയാം. ഉണ്ണികൃഷ്ണൻ കറ്റക്കിടാവ് എന്ന് ഉണ്ണികൃഷ്ണനെയും പറയും. ശരിക്ക് കറ്റക്കിടാവ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനെയാണ്. ചിറ്റാടയും കുഴലുമായി നടുവിൽ കളിക്കും കറ്റക്കിടാവ് കണി കാട്ടുക കൗതുകമ്മേ. ഈ പശുക്കളുടെയും ഇങ്ങനെയുള്ള പശുക്കുട്ടികളുടെയും ഇടയിൽ ചിറ്റാട എന്ന് പറഞ്ഞാൽ ചുറ്റിയ ആട, മഞ്ഞ പട്ട് ആണല്ലോ കൃഷ്ണൻ്റെ വേഷം. അപ്പോൾ ഒരു കുഴലുണ്ടാവും, ഓടക്കുഴൽ. ഈ മഞ്ഞപ്പട്ടും ധരിച്ച് ഓടക്കുഴലുമായിട്ട് ഈ ഇങ്ങനെയുള്ള പശുക്കളുടെയും പശുക്കുട്ടികളുടെയും നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണ ആ കറ്റക്കിടാവിനെ എനിക്ക് കണി കാണാൻ കൊതിയാവുന്നു എന്നാണ് പൂന്താനം പറയുന്നത്. നമ്മൾ ഇന്നലെ ആയിരുന്നു 14. ഞാനിന്ന് വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് റെക്കോർഡ് ചെയ്യണത്. ആകെ തിരക്കായിരുന്നു, അതുകൊണ്ട് വിഷുവിന് ഇതൊന്നും ഇടാനും പറ്റിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ എന്നും വിഷുവിന് മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെയുള്ള ഉണ്ണിയെ നമ്മുടെ മനസ്സിൽ കണി കാണാം എന്ന് നമുക്ക് സങ്കല്പിക്കാം അല്ലേ. അങ്ങനെയുള്ള ആ ഉണ്ണിയെ നമുക്ക് എന്നും മനസ്സിൽ കണി കാണാൻ ഉണർന്ന ഉടനെ നമ്മുടെ മനസ്സിൽ കണി കാണുക എന്ന് പറഞ്ഞാൽ ഉണർന്ന ഉടനെയുള്ള കാഴ്ചയാണല്ലോ. അപ്പോൾ എന്നും മനസ്സിൽ നമുക്ക് അങ്ങനെ അതാണ് ശരിക്കുള്ള ഗോപാലബാലൻ. ആ ഗോപാലബാലനായ കറ്റക്കിടാവിനെ നമുക്ക് എന്നും ഉണർന്ന ഉടനെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പൂന്താനത്തിനെ പോലെ. അടുത്ത ശ്ലോകം നോക്കാം. ഉണ്ണിക്കാമുണ്ണണം പോരിക കളികളിനി പോരും എന്നമ്മ ചെന്നിട്ടുണ്ണിക്കാവോടു ചൊന്നാളൊരു പൊഴുതതിലും പ്രീതി അപ്പോൾ കളിപ്പാൻ. എന്നോ മൽക്കാശയാകുമ്പോൾ വരിക മകനേ എന്നമ്മ പോകുന്ന നേരം പിന്നാലെ ചെന്നടുത്തിട്ടായി ജനനി വിശക്കുന്നുവെന്നാൻ മുകുന്ദൻ. യശോദ പോയിട്ട് പറയും, മതി കളിച്ചത് മതി, ഇനി മാമുണ്ണണ്ടേ, ഊണ് കഴിക്കണ്ടേ, കുളിച്ചിട്ട് മാമുണ്ണണം. ഇത് കഴിഞ്ഞ തവണ ഒരു തവണ പറഞ്ഞതാണ്.
അപ്പോൾ ഇപ്പം എന്താണ് ഇവിടെ പറയണതെന്ന് വെച്ചാൽ ഊണ് കഴിച്ച കളിയൊക്കെ മതി, ഇനി ഊണ് കഴിക്കാൻ വരൂ എന്ന് യശോദ പറയുമ്പോൾ ഇപ്പം എനിക്ക് വിശക്കണില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് എത്ര വിളിച്ചാലും വരാതെ ആകുമ്പോൾ എന്നാൽ നീ നിനക്ക് തോന്നുമ്പോൾ വന്നോ എന്ന് നമ്മളും കുട്ടികളോട് പറയാറില്ലേ. അതുപോലെ യശോദ തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ അയ്യോ അമ്മേ എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞിട്ട് എന്നോമൽ കാശയാകുമ്പോൾ വരിക മകനേ എന്ന് അമ്മ പോകുന്ന നേരം. അപ്പോൾ എന്നാൽ വിശക്കണില്ലെങ്കിൽ നിനക്ക് എപ്പോഴാണ് തോന്നണേന്ന് വെച്ചാൽ വന്ന് കഴിക്കാം എന്നും പറഞ്ഞിട്ട് യശോദ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ പിന്നാലെ ചെന്നടുത്തിട്ടായി ജനനി വിശക്കുന്നുവെന്നാൻ മുകുന്ദൻ. അപ്പം പിന്നാലെ പോയിട്ട് അയ്യോ അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നാലെ ചെല്ലും എന്നാണ്. അതാണ് കണ്ണൻ്റെ കളി, യശോദയെ കളിപ്പിക്കുക. ഉണ്ണിക്ക് ആമുണ്ണണം എന്ന് പറഞ്ഞാൽ മാമുണ്ണണം. അത് നമ്മുടെ ശ്ലോകം എഴുതുമ്പോൾ അതിന് ചേർന്ന വിധത്തിൽ എഴുതിയിരിക്കുകയാണ്. ഉണ്ണിക്ക് മാമം അല്ലെങ്കിൽ മാമുണ്ണണം എന്ന്. കളികളിനി മതി എന്നിങ്ങനെ യശോദ കഴിഞ്ഞ തവണ നമ്മൾ എത്ര വിളിച്ചാലും വരാത്ത കൃഷ്ണനെ കണ്ടു കുറച്ച് ദിവസം മുമ്പ് അല്ലേ. കാളിന്തിയുടെ തീരത്ത് എത്ര വിളിച്ചാലും അമ്മ ഊണ് കഴിക്കാൻ വിളിച്ചാൽ വരാത്ത കണ്ണനെ നമ്മൾ പിറന്നാളാണെന്നും പറഞ്ഞ് പറ്റിച്ചിട്ട് ഊണ് കൊടുത്തു അല്ലേ. ഇന്ന് കണ്ണൻ യശോദയാണ് പറ്റിച്ചത്. അയ്യോ അമ്മ എനിക്കിപ്പോൾ വിശക്കണില്ല എന്ന് പറയും. അപ്പോൾ എന്നാൽ നീ തോന്നുമ്പോൾ വന്നോ എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നാലെ ചെന്നിട്ട് അയ്യോ അമ്മയെ വിശക്കണമെന്നും പറയും. അങ്ങനത്തെ കണ്ണൻ ആണ് ഇതിനകത്ത്. അടുത്ത ശ്ലോകം മാണിക്യക്കണ്ണുകൊണ്ടൻ മടിയിലൊരു ദിനം വന്നു മന്ദം ചുഴറ്റി പ്രീണിപ്പിപ്പാനുപാസേ സുചിരമുരസി നീ തന്നെ ഇന്നോരുപായം കാണുന്നേനല്ല പൂമൈ കനകമണികളും കാഞ്ചിയും കാന്തിപൂരം പൂണുന്നോരോ മനച്ചേവടിയുമായി ഐ വിഭോ ദേഹി പ്രസാദം. കനകമണികളും കാഞ്ചി അരഞ്ഞാണും കനകമണികൾ തൂക്കി കോർത്തിട്ടേക്കണ അരഞ്ഞാൺ, അതിൻ്റെ കാന്തിപൂരം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സൗന്ദര്യവും അതിൻ്റെ പ്രഭയും കൊണ്ട് അത് പുണരുന്ന അതിൻ്റെ കാന്തിപൂരം പുണരുന്ന ഓമനച്ചേവടി അത്ര അതോടെ ഭംഗിയുള്ള തൃക്കാല് ഭഗവാന്റെ രണ്ട് തൃക്കാലുകൾ അരഞ്ഞാണവും അരഞ്ഞാണം കിലുങ്ങുന്ന അവിടുന്ന് അരക്കെട്ട് മുതൽ അങ്ങോട്ട് താഴത്തേക്ക് പാദം വരെയുള്ള രണ്ട് കാലുകൾ, അതുപോലെ പൂമൈ ഭഗവാന്റെ പൂ പോലെയുള്ള ഉടൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയണേ. എൻ്റെ മടിയിൽ ഒരു ദിവസം എൻ്റെ മടിയിൽ വന്നിരുന്നിട്ട് ആ കണ്ണുകൾ എങ്ങനെയുള്ള കണ്ണുകളാണ്, മാണിക്യം പോലെ തിളങ്ങണ അത്രയും. മാണിക്യം എന്ന് പറഞ്ഞാൽ ചുമന്നതല്ലേ. അപ്പം അതുപോലെ ഇതിൽ പറയുന്നത് ബലരാമനെ കൂടിയാണ് എന്നൊരു ധ്വനിയുണ്ട്. ബലരാമൻ്റെ കണ്ണുകൾ എപ്പോഴും ചുമന്ന കണ്ണുകളാണ്. സർപ്പത്തിൻ്റെ അവതാരമല്ലേ, അനന്തൻ്റെ അവതാരമാണല്ലോ. അപ്പം മാണിക്യക്കണ്ണ് എന്ന് പറയുമ്പോൾ അത് ബലരാമനെയാണ് പറയുന്നത് എന്ന് ഊഹിക്കാം. വിശിഷ്ടമായ കണ്ണുകൾ, മാണിക്യം പോലെ ചുവന്ന കടക്കണ്ണോട് കൂടിയ കണ്ണുകൾ, മന്ദം ചുഴറ്റി സാവധാനത്തിൽ എൻ്റെ നേരെ ഇങ്ങനെ വട്ടത്തിൽ നോക്കി വളരെ നേരം എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് എന്നാണ് ഇവിടെ. എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്, ആ കണ്ണുകൊണ്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എൻ്റെ കണ്ണുകൾ അല്ലെങ്കിൽ എൻ്റെ കണ്ണുകളെ തലോടിയിട്ട്, അതല്ലെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് അകക്കണ്ണിന് തെളിച്ചം ഉണ്ടാക്കാൻ, അകക്കണ്ണിന് പ്രസാദം ഉണ്ടാക്കാൻ നീ ഒരു കൗശലം
പ്രയോഗിക്കണേ എന്ന് ഞാൻ ഇങ്ങനെ ഭജിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ അകക്കണ്ണ് തുറന്നു തരണേ, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതൊന്നും എല്ലാം പുറത്തിട്ട് അറിവുണ്ടാക്കി തരണേ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ സർവവ്യാപിൻ എന്നാണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ശക്തിയാണല്ലോ ഭഗവാൻ. കനകമണികളും കാഞ്ചിയും കാന്തിപൂരം എന്ന് പറയുന്ന സ്വർണ്ണരത്ന ആഭരണങ്ങൾ, അരഞ്ഞാണം, അതിൻ്റെ ശോഭ പ്രസരിക്കുന്ന പാദം, അത് അങ്ങനെയുള്ള പൂമൈ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ സാധിക്കണേ ഇല്ല. ഈ പദ്യം ബലരാമനെ ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. അനന്തൻ തന്നെയാണല്ലോ ബലരാമൻ. മടിയിൽ ചുറ്റിക്കിടന്ന് സർപ്പം തിളങ്ങുന്ന കണ്ണുകൊണ്ട്, സർപ്പത്തിൻ്റെ കണ്ണ് തിളങ്ങണ കണ്ണാണ്, കണ്ണിലേക്ക് നോക്കി വശീകരിക്കും എന്നൊക്കെയാണ് പറയണത്. കവിയുടെ കണ്ണിൽ ആ കണ്ണുകൊണ്ട് എന്നെ നോക്കിയിട്ട് ഈ തിരുമൈ കാണാറാക്കി തരണേ, ഉൾക്കണ്ണിൽ ഭഗവാന്റെ രൂപം കാണുമാറാക്കി തരണേ എന്നാണ്. ഇതുപോലെ ഈ ഒരു പറഞ്ഞ രൂപം എൻ്റെ മനക്കണ്ണിൽ കാണുമാറാക്കി തരണേ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത തവണ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.